നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി UAE വിറപ്പിച്ച പേമാരിക്ക് ശമനമാകുന്നു. അപ്രതീക്ഷിതമായുണ്ടായ കനത്ത മഴയിലും കാറ്റിലും സ്തംഭിച്ചുപോയ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങി. എങ്കിലും ജാഗ്രത കൈവിടരുതെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം സൗദിയിൽ മഞ്ഞ് പെയ്യുന്നു. പല ഭാഗങ്ങളിലും വെള്ള പുതച്ച മരുഭൂമി. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി മേഖലയായ തബൂക്കിലെ അൽ-ഓസ് കുന്നുകളിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച. ഇതോടെ രാജ്യത്തിന്റെ മിക്ക ഭാഗവും കൊടും ശൈത്യത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. മഴയും മഞ്ഞുവീഴ്ചയുമായി രാജ്യത്ത് വ്യാപകമായി തണുത്ത കാലാവസ്ഥ തുടരുന്നു. ദുബായിൽ നിന്ന് വന്ന യുവാവിനെ വിമാനത്താവള പരിസരത്ത് നിന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റി മർദ്ദിച്ച് മൊബൈൽ ഫോണും ബാഗും തട്ടിയെടുത്ത 6 സംഘം വഴിയിൽ തള്ളി. കാസർഗോഡ് കിഴക്കേക്കര തവക്കൽ മൻസിലിൽ അബ്ദുൽ ഹമീദിന്റെ മകൻ മുഹമ്മദ് ഷാഫിയെയാണ് അജ്ഞാതരായ 6 പേർ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകലിന് കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. UAEയിൽ തുടരുന്ന കനത്ത മഴയ്ക്കിടയിൽ ഫുജേറയിൽ നടന്ന വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. ശക്തമായ മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡിൽ മറിയുകയായിരുന്നു. ഷെയ്ഖ് ഖലീഫ സ്ട്രീറ്റിലൂടെ ഫുജേറ സിറ്റിയിലേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും സുപ്രധാനമായ കരാറിൽ ഒപ്പുവെച്ചു. റിയാദിലെ സൗദി വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സൗദി വിദേശകാര്യ ഉപമന്ത്രി അബ്ദുൽ മജീദ് ബിൻ റാഷിദ് അൽ സാരിയും ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാനും കരാറിൽ ഒപ്പുവെച്ചു. ദുബായ് മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് സൂം സ്റ്റോറുകൾ അപ്രത്യക്ഷമാകുന്നു. മെട്രോ സ്റ്റേഷനുകളിലെ സൂം സ്റ്റോറുകൾ പലതും പ്രമുഖ റീറ്റെയിൽ ഗ്രൂപ്പായ മാജിദ് അൽ ഫത്തയും ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും സൂം സ്റ്റോറുകൾക്ക് പകരം ക്യാരി ഫോർ സിറ്റി അല്ലെങ്കിൽ ക്യാരി ഫോർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. സൂം സ്റ്റോറുകൾ പലതും ലാഭകരമല്ലാത്തതിനാലാണ് അടച്ചുപൂട്ടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.